കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ്. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്തതിൽ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് അതൃപ്തിയെന്ന റിപ്പോർട്ട് വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗം KJ ജോർജ് വസതിയിലെത്തി ഖർഗെയെ കാണുന്നു. കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് വൈകും എന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു, അതിന് പിന്നാലെയാണല്ലോ ഖർഗെയുടെ വസതിയിലെ ഈ യോഗം. എന്തൊക്കെയാണ് നടക്കുന്ന ചർച്ചകൾ? ഈ സുധാകരൻ ഇളവ് നൽകാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയതിന് പിന്നാലെയാണോ ഇപ്പോൾ ഈ ഖർഗെയുടെ നീരസം, ബൽറാം? ഉന്മേഷ്, കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ അത് വീണ്ടും കൂടുതൽ സസ്പെൻസിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ വിഷയത്തിൽ. ഇന്ന് 2 തവണ CEC ചേർന്നിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനായി. ആദ്യഘട്ട CECക്ക് ശേഷം വീണ്ടും പുതുച്ചേരിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനുള്ള CEC യോഗം ചേരുകയായിരുന്നു. അതിനുശേഷം വീണ്ടും കേരളത്തിന്റെ പട്ടിക തയ്യാറാക്കുന്നതിന് രണ്ടാം ഘട്ട പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള യോഗം ചേർന്നു. എന്നാൽ ആ ഒരു യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുത്തിരുന്നില്ല. ആ ഒരു യോഗത്തിലാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ K സുധാകരൻ മത്സരിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കായി വന്നത്. നേരത്തെ ഉച്ചയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി. സുധാകരനും ഒപ്പം തന്നെ അടൂർ പ്രകാശിനും മത്സരിക്കാൻ അനുമതി നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു യോഗത്തിൽ കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്നാൽ അതേസമയം ഈ കോൺഗ്രസ് അധ്യക്ഷൻ അല്ലെങ്കിൽ AICCയുടെ തീരുമാനമായിരുന്നു MPമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത്. അതിൽ മാറ്റം വരുത്തിയതിൽ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് അതൃപ്തി ഉണ്ട്. അദ്ദേഹം അക്കാര്യം ആശയവിനിമയം നടത്തി മറ്റ് മുതിർന്ന നേതാക്കളുമായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു CEC യോഗം. അത് മല്ലികാർജ്ജുൻ ഖർഗെയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യോഗമാണ്. മുഴുവൻ CEC അംഗങ്ങളും ഈ യോഗത്തിലേക്ക്, അദ്ദേഹത്തിന്റെ വസതിയിൽ ചേരുന്ന ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും എത്തിയ വാഹനമാണ്. തൊട്ടു മുമ്പായി തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കൂടാതെ കർണാടക മന്ത്രി KJ ജോർജ് അടക്കമുള്ള TS സിംഗ് അടക്കമുള്ള നേതാക്കൾ, CEC അംഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. കൂടുതൽ അംഗങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ CECയുടെയും യോഗമാണ് വീണ്ടും ചേരാനിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ നമുക്ക് കാണാം, മൗസൂനൻ മിസ്ത്രി, സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മൗസൂനൻ മിസ്ത്രിയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. മുഴുവൻ CECയുടെയും യോഗം വീണ്ടും ചേരുകയാണ്. ഈ പാർട്ടി അധ്യക്ഷനെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും അദ്ദേഹത്തോട് ഈ കാര്യം ആശയവിനിമയം നടത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്. KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വസതിയിലേക്ക്, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അർദ്ധരാത്രിക്ക് വീണ്ടും ഒരു CEC യോഗം ചേരേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. ഈ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ, അല്ലെങ്കിൽ MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഈ ഉള്ള ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനായി വീണ്ടും ഒരു CEC യോഗം ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന ഈ യോഗത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത്. ഇന്ന് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറാക്കും, അല്ലെങ്കിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ബാക്കിയുള്ള 40 പേരുകളും പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു. എന്നാൽ അതിൽ ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വീണ്ടും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒന്നിലധികം പേരുകൾ ആണ് സ്ക്രീനിംഗ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നത്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ യോഗം അത് ഏറെ നിർണായകമാണ്. കാര്യങ്ങൾ ഏതാണ്ട് സമവായത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ്. പുതിയൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ, അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ MPമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള മുൻ തീരുമാനത്തിൽ ഇളവ് നൽകിയതിൽ അദ്ദേഹത്തിന് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ ഈ ഒരു CEC യോഗത്തിൽ, അല്ലെങ്കിൽ CEC യോഗത്തിൽ പങ്കെടുത്ത മറ്റ് അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു
എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരം ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇടയാക്കിയത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ മല്ലികാർജുൻ ഖാർഗെയെ അന്വയിപ്പിക്കാനുള്ള ഒരു തീരുമാനം, അത്തരത്തിൽ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ചേരുന്ന ഈ യോഗത്തിൽ നടക്കുക. മുഴുവൻ CEC അംഗങ്ങൾ, കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കൂടാതെ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മൗസൂൻ മിസ്രി അടക്കമുള്ള നേതാക്കളാണ് ഈ അർദ്ധരാത്രി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രത്യേക CEC ചേരുന്നത്. അത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണ്. നേരത്തെ എടുത്ത തീരുമാനം, അതിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ്. എന്തുകൊണ്ട് നേരത്തെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം നേരത്തെ എടുത്തതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങൾ പാർട്ടി അധ്യക്ഷനെ ബോധ്യപ്പെടുത്തുക കൂടി ലക്ഷ്യം വെച്ചാണ് ഈ ഒരു യോഗം ചേരുന്നത്. എന്തായാലും ഈ യോഗം പൂർത്തിയാകുന്നതോടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കളിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരവും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് വീണ്ടും ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ സങ്കീർണമായി കാര്യങ്ങൾ അത് പരിഹരിക്കാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള യോഗമാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം, അതായത് നേരത്തെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഈ ഇളവുകളുടെ കാര്യത്തിൽ സുധാകരൻ അടക്കം ഇളവ് നൽകാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഖാർഗെയുടെ ഇടപെടലാണോ ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്? എന്തുകൊണ്ട് ആ തീരുമാനം മാറ്റേണ്ടി വന്നു എന്നാണോ ഖാർഗെയുടെ ചോദ്യം ഇപ്പോൾ, ബൽറാം? തീർച്ചയായും ഉന്മേഷ്, അത്തരം ഒരു ചോദ്യം തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിക്കുന്നതും. കാരണം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാനത്ത് എടുത്തു. അത് പാർട്ടി നേതൃത്വം, ഹൈക്കമാൻഡ്, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ അംഗീകരിച്ചു. തുടർന്ന് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ഈ തീരുമാനം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്ന, താല്പര്യം അറിയിച്ചിരുന്ന MP-മാരെ അറിയിച്ചിരുന്നതുമാണ് KPCC അധ്യക്ഷൻ. തുടർന്നാണ് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന രണ്ട് നേതാക്കൾ, മുതിർന്ന രണ്ട് നേതാക്കൾ കടുത്ത സമ്മർദ്ദവുമായി രംഗത്തുണ്ടായിരുന്നു. സുധാകരനും അടൂർ പ്രകാശ് എന്നീ രണ്ട് MP-മാർ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. അത് പാർട്ടിയെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തന്നെ ബാധിക്കും, സംസ്ഥാന വ്യാപകമായി തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ. തുടർന്ന് സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് ഉൾപ്പെടെ അറിയിച്ചിരുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടലുണ്ടായതും രണ്ട് നേതാക്കളുമായി സംസാരിച്ച് അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നീങ്ങാൻ തീരുമാനത്തിൽ എത്തുന്നതും. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാനാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. രണ്ട് യോഗങ്ങൾ ഇന്ന് ഇന്ദിരാഭവനിൽ ചേർന്നിരുന്നു. ആദ്യ യോഗം അത് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും പുതുച്ചേരിയിലെ യോഗം ചേരുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ കഴിയാത്ത സീറ്റുകളുടെ കാര്യം ഉൾപ്പെടെ പരിഗണിക്കാൻ വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചതും. ആ യോഗത്തിൽ വെച്ച് സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവരുടെ സീറ്റുകൾ ഉൾപ്പെടെ ഇരുവർക്കും മത്സരിക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തി. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അതായത് നേരത്തെ എടുത്ത തീരുമാനം, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് സുധാകരനെയും അടൂർ പ്രകാശിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് CEC-യിൽ അംഗീകരിച്ചത്. എന്നാൽ അത് പാർട്ടി അധ്യക്ഷനെ അറിയിക്കേണ്ടത് കൂടിയുണ്ട്. കാരണം ഈ രണ്ടാമത് ചേർന്ന യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം മരുന്ന് കഴിക്കാനും ഭക്ഷണം കഴിക്കാനുമായി അദ്ദേഹം സ്വന്തം വസതിയിലേക്ക് വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിലായിരുന്നു ഈ സ്ഥാനാർത്ഥി പട്ടിക അംഗീകാരം നൽകാൻ, അല്ലെങ്കിൽ ഈ MP-മാർക്ക് ഇളവ് നൽകാനുള്ള ഒരു തീരുമാനമെടുത്തത്. രണ്ടാമത്തെ യോഗത്തിലാണ് ഇക്കാര്യം മല്ലികാർജുൻ ഖാർഗെ അറിയിച്ച ഘട്ടത്തിലാണ് അദ്ദേഹം കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചത്. കാരണം ഈ തീരുമാനം, അത്തരത്തിലൊരു തീരുമാനം പാർട്ടി ഹൈക്കമാൻഡ് എടുത്ത് അറിയിച്ച്, കൂടാതെ മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ MP-മാർ മത്സരിക്കുന്നില്ല എന്ന പാർട്ടിയുടെ നിലപാട് അറിയിച്ചിരുന്നതാണ്. അതിനുശേഷം അതിലൊരു വിട്ടുവീഴ്ചയുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് ഇടയാക്കിയത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര CEC യോഗം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരാൻ തീരുമാനിച്ചത്. ആ യോഗമാണ് ആരംഭിച്ചിരിക്കുന്നത്. CEC-യിലെ മുഴുവൻ അംഗങ്ങളും ഈ യോഗത്തിനായി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.